നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ചെങ്ങന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്താംകുളങ്ങര ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ്. അതിപുരാതനമായ ഈ ക്ഷേത്രം പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിന് കീഴിലാണുള്ളത്. നാലമ്പലത്തിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ക്ഷേത്രമാണിത്. ഇത്തരം അതിപുരാതനമായ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. പ്രഹ്ലാദപ്രിയനായ നരസിംഹസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി നമുക്കിന്ന് ഈ പുരാതന ക്ഷേത്ര വിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ നഗരപരിധിയിൽ തന്നെ കീഴ്ച്ചേരിമേൽ എന്ന ദേശത്ത് ശാസ്താംകുളങ്ങര ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അതിപുരാതനമായ ഈ ക്ഷേത്രം സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു പോരുന്നു. ഏകദേശം 1250 വർഷങ്ങൾക്ക് മേൽ പൗരാണികത അനുമാനിക്കപ്പെടുന്നു. NSS കരയോഗമാണ് ഇപ്പോൾ ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തുന്നത്. പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന്റെ മുമ്പിൽ വലിയ ഒരു ചിറയുണ്ട്. ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് കിഴക്ക് ഭാഗത്തു കൂടിയാണ്. ക്ഷേത്ര കവാടം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ഭാഗത്താണ്. കിഴക്ക് ഭാഗത്ത് മതിൽക്കു പുറത്തായി സ്വതന്ത്ര ശ്രീകോവിലുകളിലായി ശാസ്താവ്, ലക്ഷ്മി ഗണപതി എന്നീ പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്ര കാഴ്ചകൾ പൗരാണികതയുടെ ലാളിത്യവും വിശുദ്ധിയും പങ്കുവെക്കുന്നുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധമുള്ള ശ്രീ പത്മനാഭന് സ്വാമിയാർ പുഷ്പാഞ്ജലി നടത്തുവാൻ അവകാശമുള്ള മൂഞ്ചിറ മഠവുമായി ഈ പുരാതന ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. നരസിംഹ ഉപാസകനായിരുന്ന ഒരു സ്വാമിയാർ മൂഞ്ചിറ മഠത്തിൽ നിന്നും തീർത്ഥാടനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്യവേ ഈ ദേശത്ത് എത്തിച്ചേർന്നു എന്നും അദ്ദേഹം തന്റെ തേവാര വിഗ്രഹം ഇവിടെ പൂജ ചെയ്ത ശേഷം തിരിച്ചെടുക്കുവാൻ സാധിക്കാതെ വണ്ണം വിഗ്രഹം ഇവിടെ ഭൂമിയിൽ ഉറച്ചുപോയി എന്നാണ് ഐതിഹ്യം. കുറെ കാലം ഈ ക്ഷേത്രം മൂഞ്ചിറ മഠത്തിന്റെ കീഴിലായിരുന്നു. നാലമ്പലത്തിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു പുരാതന ക്ഷേത്രമാണിത്. പടിഞ്ഞാറ് ഭാഗത്ത് കൊടിമരം, ചെറിയ ബലിക്കല്ല്, ബലിക്കൽപുര എന്നിവയൊക്കെയുണ്ട്. ബലിക്കൽപുരയിൽ കയറി സ്ത്രീകൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നു. അകലെ നിന്നുള്ള കാഴ്ചകളാണെങ്കിലും നാലമ്പലം ദാരുശില്പ ചാതുരിയും വാസ്തുശില്പ മനോഹാരിതയും ഒക്കെ നിറഞ്ഞതാണ്. ഓടുമേഞ്ഞ ചെറിയ നമസ്കാര മണ്ഡപമുണ്ട്. അവിടെ ഗരുഡ പ്രതിമയുണ്ട്. പൗരാണികത നിറഞ്ഞ ഒറ്റനില ചതുര ശ്രീകോവിലിൽ പടിഞ്ഞാറ്റ് ദർശനമായി സാമാന്യം വലിയ വിഗ്രഹത്തിലാണ് പ്രഹ്ലാദ പ്രിയനായ നരസിംഹമൂർത്തി ഈ പുരാതന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ലക്ഷ്മി ദേവി സമേതനായി പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്ന സുപ്രസന്ന ഭാവത്തിലാണ് ഭഗവാൻ ഈ പുരാതന ക്ഷേത്രത്തിൽ പരിലസിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നാലമ്പലത്തിനകത്ത് അനന്തനും പ്രതിഷ്ഠയുണ്ട്. ചതുർഭുജ മഹാവിഷ്ണു വിഗ്രഹത്തിലാണ് ഭഗവാൻ നരസിംഹമൂർത്തി ഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് പറഞ്ഞറിഞ്ഞത്. നാലമ്പലത്തിനു പുറത്ത് ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠയുണ്ട്. ജലദൃഷ്ടിയായി പടിഞ്ഞാറ്റ് ദർശനമായി നരസിംഹമൂർത്തി കുടികൊള്ളുന്നത് ഭഗവാന്റെ ആ ഉഗ്രസ്വരൂപത്തിന് ശമനമുണ്ടാക്കുവാനാവാം എന്നാണ് പറയപ്പെടുന്നത്. ബലിക്കൽപുരയിൽ നിന്നും നാലമ്പലത്തിലേക്ക് കടക്കുവാനുള്ള വാതിൽ വരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ എന്ന നിയമം പുരാതന കാലം മുതൽക്ക് തന്നെ ഇവിടെ നിലനിന്നിരുന്നു എത്രേ. സ്വാമിയാർ പൂജ നിലനിന്നിരുന്ന ക്ഷേത്രം എന്നതും ഭഗവാന്റെ ഉഗ്രഭാവവും ഈ നിയമത്തിന് കാരണമായി ഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് അനുമാനം. ഈ ക്ഷേത്രം ആര് എപ്പോൾ നിർമ്മിച്ചു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കാരണം ക്ഷേത്രത്തിനെ സംബന്ധിക്കുന്ന പുരാതന രേഖകൾ ഒന്നും ഇപ്പോൾ ലഭ്യമല്ലാതായിരിക്കുന്നു. ക്ഷേത്രഭൂമി വളരെയധികം വിശാലമാണ്. പണ്ട് അനവധി ഭൂസ്വത്തുക്കൾ ഈ ക്ഷേത്രത്തിൻ്റെതായി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. 14-ാം നൂറ്റാണ്ടിലെ പല ദാരുശില്പങ്ങളും പല പുരാതന ശിലാലിഖിതങ്ങളുമൊക്കെ ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ധാരുവിൽ പിറവിയെടുത്ത അത്യപൂർവ ശില്പചാതുരി ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നരസിംഹ പൂജ, നരസിംഹ പുഷ്പാഞ്ജലി,
അടനിവേദ്യം, മുഴുക്കാപ്പ്, പാൽപായസം, ഭാഗ്യസൂക്താർച്ചന, ശത്രു സംഹാരാർച്ചന എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഉപദേവതമാർക്കും വഴിപാടുകൾ ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിന്റെ താന്ത്രിക അധികാരം താഴ്മൺ മഠത്തിനാണ്. കുംഭത്തിൽ തിരുവോണത്തിന് കൊടികയറി രോഹിണിക്ക് ആറാട്ടായി ഈ ക്ഷേത്രത്തിലെ തിരുവുത്സവം ആഘോഷിക്കപ്പെടുന്നു. മുളപൂജ, നവകം, ശ്രീഭൂതബലി, ഉത്സവബലി, കാഴ്ചശ്രീബലി, പള്ളിവേട്ട, ആറാട്ടുവരവ്, ആറാട്ടുവിളക്ക്, കലാസാംസ്കാരിക പരിപാടികൾ, ഉത്സവബലി ദർശനം, ഭാഗവത നാരായണീയ പാരായണങ്ങൾ എന്നിങ്ങനെ ഒത്തിരി താന്ത്രിക അനുഷ്ഠാനങ്ങളും കലാപരിപാടികളും ആധ്യാത്മിക സദസ്സുകളും ഒക്കെ ഈ ഉത്സവ സമയത്ത് ഇവിടെ നടക്കുന്നു. തങ്ങളുടെ ദേശനാഥന്റെ തിരുവുത്സവം ദേശത്തിന്റെ തന്നെ മഹോത്സവമായി ഭക്തജനങ്ങളും നാട്ടുകാരും ഇവിടെ കൊണ്ടാടുന്നു. നരസിംഹ ജയന്തിയും അതിവിപുലമായി തന്നെയാണ് ഇവിടെ ആചരിക്കാറുള്ളത്. 3 പൂജകളും ദീപാരാധനയും പതിവായി ഇവിടെ ഉണ്ടാകാറുണ്ട്. വിശുദ്ധി നിറഞ്ഞ ഗ്രാമാന്തരീക്ഷവും ചൈതന്യവത്തായ അതിപുരാതനമായ ഈ നരസിംഹമൂർത്തി ക്ഷേത്രവും അതീവ ദിവ്യമായ ഒരു ആത്മീയ അനുഭവമാണ് പകർന്നു തരുന്നത്. ലക്ഷ്മി ദേവി സമേതനായി നരസിംഹമൂർത്തി പരിലസിക്കുന്ന ഈ പുണ്യഭൂമിക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത ഒരു പരമാനന്ദം തന്നെയുണ്ട് എന്നത് സത്യമാണ്. പ്രഹ്ലാദ പ്രിയനായ നരസിംഹമൂർത്തി കുടികൊള്ളുന്ന പുണ്യഭൂമികൾ എന്നും എപ്പോഴും ഏറെ പ്രിയപ്പെട്ടതാണ്. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ശക്തിയും മഹിമയും പങ്കുവെക്കുന്നതിനോടൊപ്പം ജാതി മത വർഗ ലിംഗ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഒരു യഥാർത്ഥ ഭക്തൻ പരിപൂർണ സുരക്ഷിതനാണ് എന്ന ഒരു ദിവ്യമായ ആശയം കൂടി നരസിംഹ അവതാര കഥ പറഞ്ഞു വെക്കുന്നുമുണ്ട്. 5 വയസ്സു മാത്രമുള്ള പ്രഹ്ലാദൻ എന്ന ആ അസുരബാലന്റെ വാക്ക് സത്യമാക്കുവാനും ആ ഉണ്ണിയെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുവാനുമായി സാക്ഷാൽ വൈകുണ്ഠനാഥൻ കൈക്കൊണ്ട നരഹരി എന്ന അത്യുഗ്ര സ്വരൂപം ഭക്തഹൃദയങ്ങളിൽ നിന്നും ഇല്ലാതെയാക്കുന്നത് ഭയം എന്ന വികാരത്തെ തന്നെയാണ്. തീർച്ചയായും വന്നു കണ്ട് അനുഭവിക്കേണ്ട ഒരു പുണ്യപുരാതന ക്ഷേത്ര സങ്കേതമാണിത്. ഈ പുണ്യപുരാതന ഭൂമിയെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഉച്ചരിച്ച ഓരോ അക്ഷരങ്ങളും ലക്ഷ്മി സമേതനായ നരസിംഹസ്വാമിയുടെ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിച്ചുകൊള്ളുന്നു. ഉത്സർപ്പൽദ്വലിഭംഗഭീഷണഹനു ഹസ്വസ്തവീയസ്തരഗ്രീവം പീവരദോഷദോദ്ഗതനഖ ക്രൂരംശുദൂരോൽഭണം വ്യോമോലംഘി ഘനാഘനോഭമഘന പ്രധ്വാന നിർധാവിത സ്പർദ്ധാനുപ്രകരം നമാമി ഭവദസ്തം നാരസിംഹം വഭൂ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. നരസിംഹസ്വാമി നാം ഏവരെയും കാത്ത് അനുഗ്രഹിക്കട്ടെ. ഓം ലക്ഷ്മീ നരസിംഹായ നമഃ. ഓം നമോ നാരായണായ.